നമസ്കാരം രുചികട ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ചോറിന്റെ കൂടെയുള്ള ഒരു തൊട്ടു കൂട്ടാനുമായിട്ടാണ്. ഒരു എരിശ്ശേരി എന്ന് പറയാം. നമ്മൾ മത്തന് കൊണ്ട് സാധാരണ എരിശ്ശേരി ഉണ്ടാക്കുമ്പോൾ വൻപയർ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ അതൊന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളൊരു എരിശ്ശേരിയാണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്തായാലും ഈ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള എരിശ്ശേരി ഉണ്ടാക്കാൻ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ആവശ്യം, എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. ഇതിന് ആദ്യം നമുക്ക് വേണ്ടത് കടലപ്പരിപ്പാണ്. അപ്പം ഞാനൊരു 1/4 കപ്പ് കടലപ്പരിപ്പ് എടുത്ത് നന്നായിട്ട് കഴുകിയിട്ട് വെള്ളത്തിലൊരു 3-4 മണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചതാണ്. ആദ്യം നമ്മളിത് വേവിച്ചെടുക്കാൻ പോവാണ്. ഞാൻ കുക്കറിൽ ആവശ്യത്തിന് ഈ കുതിർത്ത വെള്ളം തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് വേവിച്ചെടുക്കാം നമുക്ക്. ഇനി നമ്മൾ എടുത്തത് മത്തനാണ്. അപ്പം മത്തന് ഒരു ചെറിയ പോർഷനാണ് എടുത്തിട്ടുള്ളത്. ഏതാണ്ട് ഒരു 1/4 കപ്പ് വരും. അത് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതുകൂടെ നമ്മൾ വേവിച്ചെടുക്കുകയാണ്. ഞാനൊരു മൺചട്ടിയിലാണ് വേവിച്ചെടുക്കുന്നത്. കഷ്ണങ്ങളൊക്കെ ഒന്ന് മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഉപ്പും അതുപോലെ മഞ്ഞളും ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല. ഡയറക്റ്റായിട്ട് ഇങ്ങനെ തന്നെ വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ്. അങ്ങ് വെന്തുടയൊന്നും വേണ്ട, ജസ്റ്റ് ഒരു 1/4 വേവായാൽ മതി. ഇനി അരപ്പിന് വേണ്ടി നമ്മൾ 1/4 കപ്പ് ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ കൂടെ കുറച്ച് കാര്യങ്ങളും കൂടെ ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ ജീരകം, നല്ല ജീരകം ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു നുള്ള് മഞ്ഞൾ കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് മിക്സിയിലേക്ക് ഇട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. കുറച്ച് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് അരച്ചെടുക്കാം. ഒരുപാട് നമ്മൾ മീൻകറിക്കൊക്കെ അരയ്ക്കുന്ന അത്രയും അരച്ചെടുക്കണ്ട. ഇതുപോലെയാണ് അരച്ചെടുത്തിട്ടുള്ളത്. പിന്നെ മത്തൻ ഏതാണ്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. കടലപ്പരിപ്പ് വേവിച്ചെടുക്കാൻ നമ്മൾ 2 വിസിലായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ 2 വിസിൽ കൊണ്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. 1/4 ടീസ്പൂൺ മഞ്ഞൾ, 1/2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 2 പച്ചമുളക് ഞാൻ നെടുകെ കീറിയിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പൊ പച്ചമുളക് നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടല്ലോ, അപ്പൊ അരപ്പിന്റെ കൂടെ ചേർത്താലും മതി, ഇല്ലെങ്കിൽ ഇങ്ങനെ നീളത്തിൽ കീറിയിട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. ഇത് മത്തനായാലും അതുപോലെ തന്നെ കടലപ്പരിപ്പായാലും വെന്ത് വന്നതാണ്. പക്ഷെ ഒന്നും കൂടെ ഒന്ന് ചേർന്ന് വരണം. പിന്നെ അതുപോലെ നമ്മൾ ഇപ്പോഴാണല്ലോ ഉപ്പും മഞ്ഞളും മുളകും ഒക്കെ ഇട്ടത്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്നും കൂടെ ഒരു 3-4 മിനിറ്റോളം ഒന്ന് വേവിച്ചെടുക്കണം. ഇതിപ്പോൾ ഏതാണ്ട് ആയി വന്നിട്ട് നമ്മളൊരു 3-4 മിനിറ്റ് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇത്ര വെന്താൽ മതി. കഷ്ണം ഉടയൊന്നും വേണ്ട. അതുപോലെ പരിപ്പും ഇത്ര വെന്താൽ മതി. ഇനി നമ്മൾ ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കുകയാണ്. ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് തിള വന്നാൽ മതി. തേങ്ങ ചേർത്ത് കഴിഞ്ഞിട്ട് ഒരുപാട് തിളയ്ക്കണ്ട, ജസ്റ്റ് ഒന്ന് ചൂടായി വന്നാൽ മതി. ഇനി ഇപ്പോൾ കൂടുതൽ നമുക്ക് കറി പോലെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ ഒരു പാകത്തിന് തന്നെയാണ് ചെയ്തെടുക്കാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് ഒന്ന് ചൂടായി വന്നാൽ മതി. ഇത് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് ശർക്കര ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ ഒരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടി, എരിവ് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി നമ്മൾ ഇതിലേക്ക് താളിച്ച് ചേർക്കാൻ പോവാണ്. ഇനി നമ്മൾ താളിക്കാൻ വേണ്ടിയിട്ട് ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കുകയാണ്. ഒരു വറ്റൽമുളക് കൂടെ ഇട്ട് കൊടുക്കുക. എരിവുള്ളതുകൊണ്ട് ഞാനിത് മുറിച്ചിട്ടിടുന്നില്ല. ഇനി നമ്മൾ ഇതിലേക്ക് അടുത്ത് ചേർത്ത് കൊടുക്കുന്ന തേങ്ങയാണ്. ഞാൻ ഒരു പിടി തേങ്ങ കൊടുക്കുകയാണ്. ഇനി ചെറുതായിട്ടൊന്ന് കളർ മാറുന്നവരെ ഇതൊന്ന് വറുത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇടുന്നുണ്ട്. ഇപ്പൊ തേങ്ങയുടെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഇത് കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ
നമ്മുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു എന്താ മത്തൻ കൊണ്ടുള്ള എരിശ്ശേരി എന്ന് പറയാം. നമ്മൾ സാധാരണ എരിശ്ശേരിക്ക് വൻപയറൊക്കെയാണ് യൂസ് ചെയ്യാറുള്ളത്. നമ്മളിത് കടലപ്പരിപ്പാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ കടലപ്പരിപ്പ് ഉപയോഗിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ടേസ്റ്റ് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നമ്മളിത് കുറച്ച് കട്ടിയായിട്ടാണ് ഉണ്ടാക്കിയത്. ഇനിയിപ്പോൾ ഒരു ഒഴിച്ചുകറി പോലെ കൂട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് തേങ്ങ അരച്ചു കൊടുത്താൽ മതി. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.